ഞാൻ എൻ്റെ മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തുടർന്നാൽ ഇതിലും മോശം അവസ്ഥയിലേക്ക് ഞാൻ മാറും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആസിഫ് അലിയുടെ ഒരു സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്. ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്, ആ മനുഷ്യൻ്റെ ഒരു നിസ്സഹായതയാണ്. ഇതിനെ ഡിപ്രഷൻ എന്ന് പറയും. നമസ്കാരം, ഞാൻ ഡോക്ടർ അസിം ഷാ കക്കോടൻ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വിഷാദ രോഗത്തെക്കുറിച്ചാണ്, ഡിപ്രഷൻ. 2017 WHO ലോക ആരോഗ്യ സംഘടന ഈ ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക് എന്നൊരു സ്ലോഗൻ ഇറക്കുകയുണ്ടായി. ഓരോ കൊല്ലവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുപോലെ ഓരോ സ്ലോഗൻസ്, അതായത് ദിനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അതിനെ കുറയ്ക്കാൻ വേണ്ടി ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്ലോഗൻസ് ഇറക്കും. അത് ആ ഒരു കൊല്ലം അതിനെ മാക്സിമം കുറയ്ക്കാനാണ് അവർ ശ്രമിക്കുക. 2017 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്ലോഗൻ ഇങ്ങനെയായിരുന്നു: ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക്. വിഷാദ രോഗമാണോ, വരൂ നമുക്ക് സംസാരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ്, ആസിഫ് അലിയുടെ മൂവിയിലെ ഡയലോഗ്, ആ ആളിൻ്റെ അവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്. അവസ്ഥയെന്ന് പറയുന്നത് ആളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാകാം, നിരാശയുടേതാകാം, കുറ്റപ്പെടുത്തലിൻ്റെതാകാം, സാമ്പത്തികത്തിൻ്റെതാകാം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ എന്തൊരവസ്ഥയിലും ഈ ഒരു രോഗത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മളെ പിടിപെടുന്നൊരു അസുഖമാണ് വിഷാദരോഗം. അസുഖമെന്ന് പറയാൻ പറ്റില്ല, ഒരവസ്ഥയാണ് വിഷാദരോഗം. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നിലും ഉയർച്ചയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒന്നിനും ഉത്സാഹമില്ല, കട്ടിൽ നിന്ന് എണീറ്റ് ഒരു ദിനദിനമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ പോകും ഉത്സാഹക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇതിനെ ഡിപ്രഷനായിട്ട് തന്നെ കൂട്ടേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലേ ഒരാൾ, അത് ആരുമാകാം, അച്ഛനാകാം, അമ്മയാകാം, ഏറ്റവും അടുത്ത സുഹൃത്താവാം, വഴിയിൽ പരിചയപ്പെട്ട ഒരാളാവാം, കാമുകിയാവാം, ഭാര്യയാവാം, കുട്ടികളാവാം, ആരുമാകാം. ആ ഒരാളോട് നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 50% നിങ്ങളുടെ രൂക്ഷമായിട്ടുള്ള ഈ ഡിപ്രഷൻ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, അങ്ങനെ ഒരാളില്ല, അത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്, നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലേ, അങ്ങനെ ഒരാൾ ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോ. പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല ഇന്നൊരു വ്യക്തിയുടെ അടുത്താണ് എനിക്കൊരു പറയേണ്ടത് എന്ന് മനസ്സിൽ വരുന്നില്ല, നിങ്ങൾക്ക് ഇതിനായിട്ട് ഇതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സഹായങ്ങൾ തേടാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഒരാൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടർ അസിം ഷാ സൈനിങ്.